ആമയിഴഞ്ചാൻ തോട്ടിലകപ്പെട്ട ജോയ്ക്കായുള്ള രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ്. രക്ഷാപ്രവർത്തനം 23ാമത്തെ മണിക്കൂറിലേക്ക് കടക്കുകയാണ്. മന്ത്രി, മേയർ, കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ അധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെയും അവിടെയുണ്ട്. നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. രക്ഷാപ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ വരുന്നുണ്ട്, അതുപോലെ പോലീസ് ഓഫീസർമാരുണ്ട്, കളക്ട്രേറ്റിലെ ആദ്യം ഉണ്ട്. അവരോട്ടൊന്ന് ഒരു ആശുപത്രി നടത്താൻ വേണ്ടി പോവുക എന്നിട്ട് പറയാം. അല്ല, അതിൻ്റെ നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റുമെന്നോ കണ്ടെത്തിയില്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. മിനിസ്റ്ററുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. മിനിസ്റ്റർ പറയുന്നത് അതിശക്തമായ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്, പുരോഗമിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഈ പറയുന്നത് പോലെ തന്നെ അതിസങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും സങ്കീർണത അതുപോലെ തുടരുന്നു, അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഉദ്യോഗസ്ഥർ മൺഹോളിലേക്ക് ഇറങ്ങി ഒരു നീക്കം നടത്തിയെങ്കിലും മുന്നോട്ട് പോകാനാകാതെ അവരും തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇന്നലെയും അങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നു. കാരണം അത്രമേൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ടൺ കണക്കിന് മാലിന്യമാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. മുന്നോട്ട് പോകാനാകുന്നില്ല. വെള്ളത്തേക്കാൾ മാലിന്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം ഇന്നലെ രാത്രി ഉൾപ്പെടെ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുള്ളൊരവസ്ഥയുണ്ട്. നിലവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സ്ക്യൂബ ഡൈവിംഗ് ടീമിൻ്റെയും ഒപ്പം തന്നെ റോബോട്ടിൻ്റെയും ഒക്കെ സഹായത്തിൽ ആണ് ഈ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ രക്ഷാദൗത്യം നടക്കുന്നത്.